നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരഫലത്തിനെതിരെ പരാതി നൽകാൻ കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ്. നെഹ്റു ട്രോഫി വള്ളംകളി ഫൈനലിൽ രണ്ടാം സ്ഥാനത്തെത്തിയ കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ് മത്സരഫല നിർണയത്തിനെതിരെ പരാതി നൽകും. നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിക്കാണ് വിയപുരം, ചുണ്ടൻ വള്ളം തുടങ്ങിയ കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ് പരാതി നൽകുക. ആലപ്പുഴ ജില്ലാ കളക്ടർ ചെയർമാനും സബ് കളക്ടർ സെക്രട്ടറിയുമായ സൊസൈറ്റിയിൽ നിരവധി ബോട്ട് ക്ലബ് ഭാരവാഹികളും അംഗങ്ങളാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഫൈനലിൽ 5 മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് വിയപുരം ചുണ്ടൻ കാരിച്ചാൽ ചുണ്ടന് പിറകിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത്. ഫൈനൽ മത്സരം പൂർത്തിയാക്കിയതിന് പിന്നാലെ ഫലം സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ 2 ചുണ്ടൻ വള്ളങ്ങളും ഒരേ സമയത്ത് തന്നെയാണ് ഫിനിഷ് ചെയ്തതായി കാണിച്ചതെന്ന് കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ് ആരോപിക്കുന്നു. ഇതോടെയാണ് ജേതാക്കൾ സംബന്ധിച്ചുള്ള തർക്കം ഉടലെടുത്തത്. എന്നാൽ പിന്നീട് മത്സരഫലം പുനർനിർണയിച്ചപ്പോൾ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുടങ്ങിയ കാരിച്ചാൽ ചുണ്ടൻ 4 മിനിറ്റ് 29 സെക്കൻഡ് 0.785 മൈക്രോ സെക്കൻഡ് എന്ന സമയത്തും കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ് തുടങ്ങിയ വിയപുരം ചുണ്ടൻ 4 മിനിറ്റ് 29 സെക്കൻഡ് 0.790 മൈക്രോ സെക്കൻഡ് സമയത്തും ഫിനിഷ് ചെയ്തതായി മാറ്റി. ഇതിനെതിരെയാണ് NTBRന് സംഘം പരാതി നൽകുക. പ്രതിഷേധിച്ച കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ് അംഗങ്ങളെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയെന്നും ആരോപണമുണ്ട്. നെഹ്റു പവലിയനിൽ വെച്ചാണ് സമാധാനപരമായി പ്രതിഷേധിച്ചിരുന്ന ബോട്ട് ക്ലബ് അംഗങ്ങൾക്കെതിരെ ബലപ്രയോഗം നടന്നതെന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ചും കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ് NTBRന് പരാതി നൽകും. ആലപ്പുഴ RDO ഓഫീസിലാണ് NTBR സൊസൈറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത്.